ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചിയോട് കുഞ്ഞിൻ്റെ ചോറിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് അർച്ചന. നമുക്ക് ഗുരുവായൂർ വെച്ച് തന്നെ ചോറ് കൊടുക്കാമെന്ന് അർച്ചന പറയുമ്പോൾ സച്ചിയും അതിന് സമ്മതം മൂളുകയാണ്. സച്ചിയേട്ടാ, പക്ഷേ ദിവസം തോറും ഞാനൊരു പേടിയോടെയാണ് ഇവിടെ ഇപ്പോൾ കഴിയുന്നത്. ശിവരാമേട്ടൻ എന്നെങ്കിലും തിരിച്ചു വരുമോ എന്നും കുഞ്ഞിനെ തിരിച്ചു ചോദിക്കുമോ എന്നുള്ള ഭയമൊക്കെ എനിക്കുണ്ട്. ഇത് കേൾക്കുന്ന സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക ധനുഷിനെ കാണാനായി ചെന്നിരിക്കുന്നതാണ്. രണ്ട് കുഞ്ഞുങ്ങളും കൂടി ഒരുമിച്ച് നെല്ലിശ്ശേരിയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് അവന്തിക പറയുമ്പോൾ, അതെന്താ, ശിവരാമന്റെ കുഞ്ഞ് അവിടെ വളർന്നാല് നിനക്കെന്താ പ്രശ്നമെന്ന് ധനുഷ് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അവന്തിക മനസ്സിൽ പറയുകയാണ്, കുഞ്ഞിനെ മാറ്റിയ കാര്യം എന്താണെങ്കിലും ഇവനോട് പറയണ്ട. ഇവനും ആ സ്നേഹയുമായിട്ടുള്ള ഇരിപ്പുവശം വെച്ച് വേണമെങ്കിൽ ഇവൻ ചെന്ന് എല്ലാ കാര്യങ്ങളും ആ സ്നേഹയോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്തിക പറയുകയാണ്. അത് പിന്നെ ആ കുഞ്ഞിൻ്റെ കൈ കിട്ടിയ പിന്നെ അർച്ചനയെ എല്ലാവർക്കും വലിയ കാര്യമാ. അതൊന്നും എനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് നീ എനിക്കൊരു ഉപകാരം മാത്രം ചെയ്താൽ മതി. ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊല്ലണം. അതിന് സമ്മതം മൂളുകയാണ് ധനുഷ്. ധനുഷ് മൂർത്തിയോട് എത്രയും പെട്ടെന്ന് അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനായി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തിക തിരികെ നെല്ലിശ്ശേരിയിലേക്ക് വന്നിരിക്കുന്നു. അതേസമയം സേതുമാധവൻ പറഞ്ഞത് പ്രകാരം വക്കീല് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് കഴിയാൻ അല്പം താമസിച്ചു, അതാ ഞാൻ താമസിച്ചതെന്ന് വക്കീല് പറയുന്നു. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് മറഞ്ഞു നിൽക്കുകയാണ് അവന്തിക. പീരുമേടിലെ തോട്ടവും മൂന്നാറിലെ ഫാം ഹൗസും അർച്ചനയുടെ കുഞ്ഞിന്റെ പേരിലും പൊന്മുടിയിലെ റിസോർട്ടും ചില പ്രോപ്പർട്ടീസും ആതിരയുടെ കുഞ്ഞിന്റെ പേരിലുമാണ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വക്കീല് പറയുന്നു. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. അതേസമയം സച്ചിയും സന്ദീപും താഴേക്ക് വരികയാണ്. കൂടെ നന്ദനും വരുമ്പോൾ സച്ചിയെ ഡോക്യുമെന്റ്സ് ഏൽപ്പിച്ചിട്ട് സേതുമാധവൻ പറയുകയാണ്, സച്ചിയുടെയും സന്ദീപിൻ്റെയും കുഞ്ഞുങ്ങളുടെ പേരിലെഴുതിയ വസ്തുക്കളുടെ ഡോക്യുമെന്റ്സാ, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഇത് കേൾക്കുന്ന സച്ചി അത് വാങ്ങി സന്ദീപിന് നൽകുകയാണ്. അങ്ങനെ സന്ദീപ് എല്ലാം നോക്കിയതിനു ശേഷം നന്ദനും ആ ഡോക്യുമെന്റ്സ് കൊടുക്കുമ്പോൾ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. ഇത്രയൊന്നും വേണ്ടായിരുന്നു വെച്ചാൽ ഇതൊക്കെ അല്പം കൂടുതലല്ലേ എന്ന് സച്ചിയും സന്ദീപും ചോദിക്കുമ്പോൾ വക്കീല് പറയുകയാണ്, ഇതൊന്നും ഡയറക്റ്റായിട്ട് അവരുടെ പേരിലല്ല. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ലാഭം മാത്രം കുട്ടികളുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് പോകും. അവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷം അത് എടുക്കുകയും ചെയ്യാം. എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നമുക്കിനി ചേർക്കാവുന്നതേ ഉള്ളെന്നും വക്കീല് പറയുമ്പോൾ, അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ, എന്നാൽ കാര്യങ്ങൾ ഞാനേറ്റെന്ന് അവന്തിക മനസ്സിൽ പറയുന്നു. തുടർന്ന് അവന്തിക മനസ്സിൽ പറയുകയാണ്, ഇതിന് പറ്റിയ ആള് സ്നേഹ തന്നെയാ, ഇപ്പം തന്നെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നീട് കാണിക്കുന്നത് അവന്തിക സ്നേഹയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. അതേസമയം സ്നേഹ ധനുഷിനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നു. അവന്തിക കണ്ടയുടൻ തന്നെ സ്നേഹ കോൾ കട്ട് ചെയ്യുകയാണ്. നീ കൂട്ടുകാരെ വീഡിയോ കോൾ ചെയ്ത് ഇവിടെ ഇരുന്നു. അവിടെ നടക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? നെല്ലിശ്ശേരിയുടെ ഭൂരിഭാഗം സ്വത്തും ആ ഡ്രൈവറുടെ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെക്കുകയാ നിന്റെ അച്ഛൻ. ഇതൊക്കെ അർച്ചനയുടെ തന്ത്രമാണെന്ന് അവന്തിക പറയുമ്പോൾ, എന്നേക്കാൾ വലിയ സ്ഥാനമാണോ വലിഞ്ഞു കയറി വന്ന കൊച്ചിനെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ ദേഷ്യത്തോടെ താഴേക്ക് ചെല്ലുകയാണ്. പിന്നീട് കാണിക്കുന്നത് താഴേക്ക് വരുന്ന സ്നേഹ ആ വിൽപത്രം വക്കീലിന്റെ കയ്യിൽ നിന്നും വാങ്ങുന്നതാണ്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സ്വത്ത് കൈമാറ്റം ഇവിടെ നടക്കണ്ട. ആതിരയുടെ കുഞ്ഞിന്റെ പേരിൽ എഴുതി കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. വലിഞ്ഞു കയറി വന്ന കുഞ്ഞിന്റെ പേരിൽ എഴുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ആ പേപ്പർ വലിച്ചു കീറുകയാണ് സ്നേഹ. ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന എല്ലാവരെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.